ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്, എന്നാലും വീഡിയോ ഇടണമല്ലോ വിചാരിച്ച് കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണണേ എല്ലാവരും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തമിഴിൽ കണ്ട പോലെ ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇങ്ങനെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അമ്പലത്തിലേക്കൊക്കെ പോകാനുണ്ട്. വേറെ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വരാമെന്ന്. ഞാൻ ഇന്നാണ് തിരിച്ച് പോകുന്നത്. 10 ഡേയ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി വീഡിയോ എടുത്തിട്ട്, ഇന്നാണിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു, ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറേ നൊസ്റ്റു പോലെ കുറേ ഓർമ്മകൾ വരാൻ തുടങ്ങി. വേറെ ഒന്നല്ല, പ്രേമിക്കുന്ന കാലത്ത് കുറേ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് അച്ഛൻ ഞങ്ങളെ പൊക്കിയിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇപ്പം ചിരിക്കുകയായിരുന്നു. കാരണം ആ സമയത്ത് അത് ചിരിയല്ലല്ലോ, ഇപ്പോഴാണ് അത് ചിരി വരുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കുറേ ഷെയർ ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു ഫീൽ. പിന്നെ ഇതൊരു ശ്രീകൃഷ്ണ ടെമ്പിളാണ്. ഇവിടെ മേജറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടുത്തെ ആ കുളമാണ്. ആ കുളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര കാമാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഞങ്ങൾ അതിൻ്റെ സൈഡിലൊക്കെ വന്നിട്ടാണ് ഇരിക്കാറ്. അവിടെ ഒരു കുറേ പടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പടീൻ്റെ മുകളിൽ ഇരുന്ന് വർത്താനമൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ ഈ കുളത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളം നിറച്ചും ഫിഷാണ് ഉണ്ടാവുക. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ ആ ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തലാക്കിയെന്നാണ് കേട്ടത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. പിന്നെ ഞങ്ങളവിടെ വന്നിരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഓടിക്കളിച്ച കഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിക്കളിച്ച കഥകളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഏട്ടന് ഓർമ്മ വന്നത്, ഞാനിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുമല്ലോ എന്നൊക്കെ. അപ്പോൾ അത് വർത്തമാനത്തിനിടയിൽ ഭയങ്കര സന്തോഷിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞു. പിന്നെ തിരിച്ചു പോകുമല്ലോ എന്ന് പറയുമ്പോൾ ആർക്കായാലും ഉണ്ടാവും. പിന്നെ ആ സങ്കടമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളൊരു വേറെ കാഴ്ച കണ്ടത്. അപ്പോൾ ഞാൻ അതും കൂടി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സഫാരി ചാനലിലൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, ഈ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കുറേ മൃഗങ്ങളെ കണ്ടിടും അങ്ങനെ. അപ്പോൾ അതുപോലെ ലൈവായിട്ട് ഒരു ബേർഡ് ഫിഷ് കഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചാനലിൽ കൂടെ അത് പുറത്ത് വരട്ടെ, ഏകദേശം സഫാരി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്താലോ വിചാരിച്ചു. എത്ര പേര് സഫാരിയൊക്കെ കാണാറുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ ഒരുപാട് സഫാരി കണ്ടിരുന്നു, പക്ഷെ ഇപ്പോൾ കാണാറില്ല. പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയന്മാരൊക്കെ കൂടി ഒരുമിച്ചിരുന്നിട്ട് ഈ സഫാരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എത്ര രസമായിട്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതൊക്കെ. എനിക്കതുപോലെ വർണ്ണിക്കാനും അറിയില്ല, അതുപോലെ ഷൂട്ട് ചെയ്യാനും അറിയില്ല. പക്ഷെ കണ്ട കാഴ്ച നിങ്ങളിലേക്ക് കാണിക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണ്. അധികം പേരും കണ്ട കാഴ്ചകൾ തന്നെയായിരിക്കും, പക്ഷേ ഞാനിത് ലൈവായിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത്, അയ്യോ അമ്പലത്തിൻ്റെ ഒരു ഭാഗം കാണിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കയറിയതൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ ഓൾറെഡി ഉള്ളിൽ കയറി തൊഴുത്ത് ഇറങ്ങി. പിന്നെ അങ്ങനെ അമ്പലത്തിൽ കിട്ടിയ പോസിറ്റീവ് എനർജിയോടെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ്. രാവിലെ എണീച്ച് പോയതല്ലേ. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 ഉള്ളിവടയും ഹോർലിക്സൊക്കെ വാങ്ങിച്ച് അത്യാവശ്യത്തിനുള്ള ഒരു വിശപ്പൊക്കെ അടക്കി. പിന്നെ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ പിന്നെയും ഓരോന്ന് കഴിക്കാനൊക്കെ തോന്നും വിചാരിച്ചിട്ട് വേറെ ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ എന്തൊക്കെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനിലെ ഹെൽമെറ്റും ഇട്ട് ഒരു സ്റ്റൂളും ഇട്ടിട്ട് അവിടെ ഇരുത്തിയിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോയി. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഏട്ടൻ എന്തൊക്കെയോ ആയിട്ടുന്നുണ്ട്. എനിക്കാണെങ്കിൽ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഏട്ടന് വിട്ടു, ഏട്ടൻ എന്താ വെച്ചാൽ വാങ്ങിച്ചോട്ടെ വിചാരിച്ചു. അവിടെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്, അതുകൊണ്ട് ചൂസ് ചെയ്യാൻ എളുപ്പമായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി, ചായയൊക്കെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. പിന്നെ അവിടെ ഇരുന്നതാണ് അച്ഛനെ കാണിക്കാൻ വിട്ടുപോയി. എന്നാൽ നിങ്ങൾ കണ്ട് വിചാരിക്കുമല്ലോ. പിന്നെ ഇത് അമ്പാടി ഏച്ചീൻ്റെ മോനാണ്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ അടുക്കളയിൽ മുഴുവൻ ഡ്രസ്സാണ്, ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ തിരിയാനുള്ളൊരു ഗ്യാപ്പും കൂടി ഇല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി വീഡിയോ ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ അമ്പാടിക്കുട്ടി എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പരിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുണ്ട് കുറച്ച് വീർത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയാവാനായിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ്. എനിക്കെന്തോ ഇന്ന് നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് പോകണം എന്നാണ് ആഗ്രഹം. പിന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്, ഇങ്ങനെ ദൂരവഴിക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് എന്താണോ ആഗ്രഹം അതൊക്കെ ചെയ്ത് തീർത്ത് വേഗം പോകണത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന ദിവസമല്ലേ, അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതാ അമ്പാടി ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കൂടെ ഇരുന്നു. ഭയങ്കര കുറുമ്പനാണ് ആൾ. അപ്പോൾ അവൻ്റെ കളിയും ചിരിയൊക്കെ ഒന്ന് വീഡിയോയിൽ കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചു. ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകുന്നേരം ആവാനായിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട്, ഒരു അമ്പലത്തിൽ കൂടി പോകണം എല്ലാവരും കൂടി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒന്ന് ഫ്രഷായി. ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ അമ്പലത്തിലാണ് പോണത്. പക്ഷേ ആദ്യത്തത് ഞങ്ങൾ ഒരുമിച്ചിട്ട് രണ്ടാമത് മാത്രമായിട്ടാണ് പോയത്. ഇത് എല്ലാവരും കൂടിയാണ് പോണത്. അത് ഒരു വേറെ വൈബൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി. അച്ഛൻ വന്നിട്ടില്ല, പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ അധിക സ്ഥലത്തൊന്നും പോകാറില്ല. അച്ഛന് തോന്നുമ്പോൾ ഒരു മൂടൊക്കെ വരുമ്പോൾ അച്ഛൻ ഇറങ്ങും. അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലതിന് ഇരിക്കുക. അച്ഛന് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. എൻ്റെ മടിയിലിരിക്കുന്നത് പാറു, ഏച്ചിൻ്റെ മൂത്ത മോളാണ്. എന്നോട് ഭയങ്കര ലൈക്ക് സ്നേഹമാണ് ആ കുട്ടിക്ക്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. കാരണം അത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഏകദേശം മനസ്സിലാവും ആ കുട്ടിക്ക് എത്രമാത്രം എന്നോടുള്ള സ്നേഹം ഉണ്ടെന്ന്. ഞാനും വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 10 ഡേയ്സല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് ഏട്ടനെ അറിയാമെന്നല്ലാതെ ഏട്ടൻ്റെ ഫാമിലിയായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും ഭയങ്കര ബോണ്ടിങ് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഞാനൊന്നും പാക്ക് ചെയ്തിട്ടില്ല, പോകാനായിട്ടുണ്ടല്ലോ. സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. കാരണം ഇനി ആകെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇറങ്ങണം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും പാക്ക് ചെയ്തു. ഡ്രസ്സൊന്നും മാറ്റാനുള്ള സമയമില്ല. സോ വേഗം മുടിയൊന്നും കെട്ടി ആവേശത്തിൽ തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഫ്രഷ് ആയിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടന്നിട്ടില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിപ്പോയി. പിന്നെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള സമയമാവും. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങണമല്ലോ. ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് പറയാറുണ്ടല്ലോ. സോ അതുകൊണ്ട് പിന്നെ ജഗ പൊക കളിയായിരുന്നു. പെട്ടെന്ന് ഇറങ്ങണം ഇവിടെ നിന്ന്. അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈമായിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ന്യൂസ് അറിയുന്നത്. ഇവിടെ നിന്ന് പാറു ഭയങ്കര കരച്ചിലാണെന്നൊക്കെ. ഞാൻ പോകാനായിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് താഴോട്ടൊക്കെ പോയി. കുറച്ചൊക്കെ സങ്കടം മാറ്റാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ സങ്കടം മാറിയിട്ടൊന്നുമില്ല. ഞാൻ പോയിട്ട് വേഗം വരുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുന്നതും കരയുന്നതായ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിലാ രൂപം പോകുന്നില്ല. അങ്ങനെ കാറിലെത്തിയപ്പോൾ ഏട്ടനും അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അവളെ കരയിപ്പിച്ചതിൻ്റെ പങ്ക് ഏട്ടനും ഒരു ചെറിയ ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.